രാജ്യത്തെ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും വിമുക്തമാകുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഈ വർഷം പുറത്തിറങ്ങും. റെയിൽവേ ബോർഡ് മെമ്പറായ അനിൽകുമാർ ഗദേൽവാൾ ആണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച ഫ്യൂച്ചർ റെയിൽ ഇന്ത്യ കോൺഫറൻസിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം അടുത്ത 20 വർഷത്തിനുള്ളിൽ 50 ഹൈഡ്രജൻ ട്രെയിനുകൾ ട്രാക്കിലിറക്കാനാണ് റെയിൽവേ പദ്ധതിയിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പരമാവധി ചിലവ് കുറച്ച് ഇന്ത്യയുടെ തദ്ദേശീയമായ സാങ്കേതികതയിലൂടെ ഹൈഡ്രജൻ ട്രെയിനുകൾ വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഡീസൽ ട്രെയിനുകളേക്കാൾ 12 ഇരട്ടി ചിലവാണ് ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ട്രെയിൻ നിർമ്മിക്കാൻ വരുന്നത്. ഇത് തദ്ദേശീയമായ സാങ്കേതികതകളിലൂടെ ചുരുക്കിക്കൊണ്ടുവരാൻ ശ്രമം നടത്തുകയാണ്. കെമിക്കൽ ഊർജത്തെ ഹൈഡ്രജനാക്കി മാറ്റുകയും അതുപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുക. ഈ ഇലക്ട്രിസിറ്റിയിലാണ് ട്രെയിൻ ഓടുന്നത്. നിലവിലെ ഡീസൽ എൻജിൻ സിസ്റ്റത്തോട് ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ചേർക്കുകയോ അല്ലെങ്കിൽ തീർത്തും പുതിയ ലോക്കോമോട്ടീവുകൾ നിർമ്മിക്കുകയോ ചെയ്യും. ഇതിലേതാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. സാങ്കേതികതയും ഡിസൈനുമെല്ലാം പൂർണ്ണമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്നവയായിരിക്കുമെന്ന് പദ്ധതിയുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. 2025ഓടെ ട്രാക്കുകളിലെ ഇലക്ട്രിഫിക്കേഷൻ ജോലികൾ വലിയൊരളവിൽ പൂർത്തിയാകും. ഈ സന്ദർഭത്തിൽ ഹൈഡ്രജൻ ട്രെയിനുകളിലേക്ക് പോകുന്ന കാര്യം ഗൗരവപൂർവ്വം പരിഗണിക്കുമെന്നത് നേരത്തെ തന്നെ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട റൂട്ടുകളിൽ പരീക്ഷണോട്ടടിസ്ഥാനത്തിൽ ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടിത്തുടങ്ങും. US-ൽ ആൽസ്റ്റം കമ്പനിയുടെ കൊറാഡിയ ഇൻലെറ്റ് എന്ന ഹൈഡ്രിയൽ അഥവാ ഹൈഡ്രജൻ ട്രെയിൻ പുറത്തിറക്കിയിട്ടുണ്ട്. 2023-ൽ ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടവും വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. 10,000-ഓളം യാത്രക്കാരെ ഈ ട്രെയിനിൽ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചു. സൗദി അറേബ്യ ഹൈഡ്രജൻ ഇന്ധന ട്രെയിനുകൾ നിർമ്മിക്കാൻ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഇതിന് ആൽസ്റ്റം തന്നെയാണ് സഹായിക്കുന്നത്. ജർമ്മനിയും ഹൈഡ്രജൻ ട്രെയിനുകളിലേക്ക് മാറാനുള്ള പരിശ്രമം നടത്തുകയാണ്. ഇതിനകം തന്നെ ചില ട്രെയിനുകൾ ഇവിടെ ഓടുന്നുണ്ട്. ഇറ്റലിയും ഹൈഡ്രജൻ ട്രെയിൻ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. ചൈന സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഹൈഡ്രജൻ ട്രെയിനുകളുടെ ടെസ്റ്റിംഗ് നടന്നുവരികയാണ്.